ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പവിത്രം സീസൺ 1 അവസാനിച്ചതിൻ്റെ സങ്കടത്തിലാണ്. കാരണം അങ്ങനെയാണല്ലോ, സീസൺ 1 നമ്മളെല്ലാവരും നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്ലൈമാക്സ് കടന്നുപോയത്. പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് അവസാനിക്കാൻ കാരണം ഇതെല്ലാ ഭാഷകളിലും ഉണ്ട്. കന്നഡയിൽ, തമിഴിൽ, തെലുങ്കിൽ, അങ്ങനെ എല്ലാ ഭാഷകളിലും ഈ ഒരു ക്ലൈമാക്സോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പവിത്രം സീസൺ 1 അവസാനിച്ചിട്ടുള്ളത്. മറ്റു ഭാഷകളിലൊക്കെ ഈ ഒരു പരമ്പര ഇതോടുകൂടി അവസാനിക്കുന്നുണ്ടെങ്കിലും മലയാളത്തിൽ ഇതിൻ്റെ രണ്ടാം ഭാഗം കടന്നു വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഗംഭീരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ, അതും ഇത്രയും ആരാധകർ ഏറ്റെടുത്തിട്ടുള്ള ഒരു സീരിയൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ലൈമാക്സോട് കൂടി നിർത്തുമ്പോൾ ആരാധകർക്കാണെങ്കിലും അത് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കും അതൊരു തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം അധികം വൈകാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ ആരാധകർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആയിരുന്നില്ല. എന്നാൽ രണ്ടാം ഭാഗം കടന്നു വരുമ്പോൾ തികച്ചും ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കഥയും കഥാമുഹൂർത്തങ്ങളൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ രണ്ടാം ഭാഗം കടന്നു വരുമ്പോൾ ഇനി നമ്മുടെ വിക്രത്തെ ആര് രക്ഷിക്കും എന്നതൊരു ചോദ്യചിഹ്നമാണ്. കാരണം വേദയുടെ കൂടെ എല്ലാറ്റിനും സപ്പോർട്ടായി നിന്നിരുന്ന ദർശനാണെങ്കിലോ ഇപ്പോൾ ശ്രീകാന്തിൻ്റെ പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ഇനി വേദയ്ക്ക് ആര് സപ്പോർട്ടായിട്ട് നിൽക്കും ഒന്നും നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഈ വരുന്ന 18-ാം തീയതി നമ്മുടെ വിക്രത്തിനെ ജയിലിലേക്ക് അയക്കുന്നുണ്ട്. അന്നേരം വിക്രം വേദയെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വേദയാണെങ്കിലോ എല്ലാവരുടെയും കൺവെട്ടത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. കാരണം ശ്രീകാന്ത് ഇനി വേദയെ കണ്ടു കഴിഞ്ഞാൽ ജീവനോടെ വെച്ചേക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വേദ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അവളുടെ ഉദരത്തിൽ വളരുന്ന ആ ഒരു കുഞ്ഞായിരിക്കും ഇനി ശ്രീകാന്തിൻ്റെ ലക്ഷ്യം എന്നുള്ള ബോധ്യം വേദയ്ക്കുള്ളത് കൊണ്ട് തന്നെയാണ് വേദ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. വേദ പറയുന്നുണ്ടല്ലോ, എന്ത് തന്നെ വന്നാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും, ഒരു കംസനും ഞാൻ വിട്ടുകൊടുക്കില്ല, അതുപോലെ ഇവന് നേടിയെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളോടും കൂടി തന്നെ ഈ കുഞ്ഞ് ഭൂമിയിൽ വളരും എന്നൊക്കെ വേദ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും വേദ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അവിടെ നിന്നും മാറി നിൽക്കുന്നത്. പക്ഷേ ഇനി വരുന്ന രണ്ടാം ഭാഗത്തിൽ വേദ എവിടെയായിരിക്കും? കാരണം വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ അവൾക്ക് പോകാൻ പറ്റുന്നില്ല, ശ്രീകാന്തിൻ്റെ വീട്ടിലാണ് അത്രയും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ അവൾ ആ കുഞ്ഞിനെ വളർത്തും? വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ വളർത്തുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ രണ്ടാം ഭാഗത്തിൽ ഇനി കാണാൻ പോകുന്നത്. ഇനി നമ്മുടെ വിക്രത്തിന് 6 വർഷം ജയിൽ ശിക്ഷ കിട്ടുമോ, അതോ നമ്മുടെ വേദയുടെ അച്ഛന് കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിക്രത്തെ രക്ഷിക്കാനാവുമോ, അതോ വേദ വീണ്ടും വക്കീൽ കോട്ടണിഞ്ഞ് വിക്രത്തെ രക്ഷപ്പെടുത്തുമോ, എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം. എന്തായാലും നമ്മളെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വരുന്ന 18-ാം തീയതി മുതൽ എല്ലാവരും കാണാൻ മറക്കല്ലേ.